ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയ 2 സാരീസ് കാണിക്കാനായിട്ടാണ്. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത 2 സാരീസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ഡിസൈൻ ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ചെയ്തു തരണം എന്ന് ഇങ്ങനെ വീഡിയോസ് കണ്ട ശേഷം പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ചെയ്ത സാരീസ് ആണ്. അപ്പൊ ഒരെണ്ണം നമ്മൾ ഒരു കളർ വേരിയേഷൻ നടത്തിയിട്ടുണ്ട്. അതായത് ഒരു സാരി കണ്ടിട്ട് അതിന്റെ ഫ്ലവറിന്റെ കളർ വേറൊരു കളറിലാക്കി തരാനായിട്ട് പറഞ്ഞ ശേഷം അങ്ങനെ ചെയ്തൊരു സാരി ഉണ്ട്. സെയിം ഡിസൈൻ തന്നെ നമ്മൾ മെറ്റീരിയൽ മാറ്റി ചെയ്തൊരു സാരി ഉണ്ട്. അങ്ങനെ 2 സാരീസ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണുന്ന നമുക്ക് സാരീസ് കാണാം. അപ്പൊ ഈ ഒരു വൈറ്റ് ചെക്കോട്ട സാരിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. അതിന് ഡിഫറെന്റ് ഒരു കളർ കോമ്പിനേഷൻ മാത്രം മാറിയതേ ഉള്ളൂ. നമ്മളൊരു പൗഡർ ബ്ലൂ കളറിൽ ഓൾറെഡി ചെയ്തിട്ടുള്ള ഡിസൈനെ കസ്റ്റമൈസ് ചെയ്ത് റെഡ് കളറിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മുടെ കസ്റ്റമർ റെഡ് കളർ കോമ്പിനേഷൻ വേണമെന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ സാരി. ഇതിനകത്ത് നമ്മൾ ഈ മുന്താണി പോർഷനിൽ ഇതുപോലെ 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതുപോലത്തെ ഒരു സിംഗിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിന്റെ ഡിസൈൻസ് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഇതുപോലത്തെ 4 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുപ്പിച്ച് തന്നെ 4 ഡിസൈൻസ് ഏകദേശം ഫ്രണ്ട് പോർഷൻ കവർ ആവുന്ന പോലെ 4 ഡിസൈൻസ് ആണ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു നേരത്തെ കാണിച്ച സാരിയിലും ഇതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ 4 ഡിസൈൻസ് ആയിരുന്നു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ സെയിം സാരി തന്നെ ജസ്റ്റ് കളർ കോമ്പിനേഷൻ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. വൈറ്റ് കോട്ടൺ ചെക്കോട്ട സാരിയിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു വർക്ക്. നെക്സ്റ്റ് ഇതിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ ആ ഒരു സാരിയിൽ കൊടുത്തതുപോലെ തന്നെ ഇതിന്റെ റണ്ണിങ് പോർഷനിൽ ഒരു വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് നമ്മൾ ഈ ഒരു സാരിയിലും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സെയിം പാറ്റേണിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. അതുപോലെ നമ്മൾ ഈ ഒരു സാരിയുടെ കൂടെ ഇതുപോലൊരു അറ്റാച്ച്ഡ് ബ്ലൗസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെയിം നമ്മൾ ആ ഒരു സെയിം ഡിസൈൻ തന്നെ സ്ലീവിൽ വരുന്നത് പോലെ നമ്മൾ 2 സ്ലീവിലും ഈ നമ്മൾ ഈ സാരിയിൽ ചെയ്തിരിക്കുന്ന ഡിസൈൻ അതുപോലെ തന്നെ വരുന്ന പോലെ നമ്മൾ ഈ ബ്ലൗസിൽ ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മുടെ ബ്ലൗസിൽ നമ്മൾ ഇതിന്റെ 2 ഫ്ലവേഴ്സ് വരുന്ന പോലെയായിരുന്നു നേരത്തെ പൗഡർ ബ്ലൂ കളർ ചെയ്തപ്പോൾ ചെയ്തത്. ഇതിനകത്ത് നമ്മുടെ ഈ ഒരു 3 ഫ്ലവറുമുള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെ ഇതിന്റെ ഒരു ബ്ലൗസ് സ്ലീവിൽ വരുന്നത് പോലെ നമ്മൾ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന സാരി നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാരിയുടെ റിപ്പീറ്റ് ഓർഡർ ആണ്. മെറ്റീരിയൽ പക്ഷേ ഡിഫറെന്റ് ആണ്. നമ്മൾ നേരത്തെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ ചെയ്തൊരു മെറ്റീരിയൽ ഒരു സാരി നമ്മൾ ഇത് സിൽക്കി കോട്ട വൈറ്റ് കളറിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി വൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരു സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെയിം ഡിസൈനിൽ ഈ സെയിം സാരി തന്നെ നമ്മൾ ഇപ്പൊ സിൽക്കി കോട്ടയുടെ വൈറ്റ് ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു സാരി ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ആ സാരിയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ വർക്ക് എല്ലാം കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മുന്താണി പോർഷനാണ്. മുന്താണി പോർഷനിൽ നമ്മൾ ഇതുപോലെ ഏറ്റവും എൻഡിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ റണ്ണിങ് പോർഷനിൽ 2 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 ഡിസൈൻസിന്റെ റണ്ണിങ് പോർഷനിലോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ 4 ഡിസൈൻസ് വരുന്ന പോലെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ 4 ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഇതുപോലെ 4 ഡിസൈൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം കോട്ടൺ ചെക്കോട്ട പോലെ പശ മുക്കി ഉപയോഗിക്കാനായിട്ടൊക്കെ പാടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു അങ്ങനെ അത്രയും സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയൽ കൊടുക്കുന്നതിലും കുറച്ചുകൂടി ഒഴുകി കിടക്കുന്ന കുറച്ചുകൂടി മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളൊരു മെറ്റീരിയൽ വേണം എന്നുള്ളൊരു സജഷനിൽ കസ്റ്റമർ തന്നെ ചൂസ് ചെയ്തതാണ് ഈ ഒരു സിൽക്കി കോട്ട മെറ്റീരിയൽ. ഈ ഒരു അതേ ഡിസൈൻ അവർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അത് പ്രകാരം നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്ത ഒരു സാരിയാണിത്. ഇതിന്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലൗസ് പീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെയിം ഡിസൈൻ നമ്മൾ ഈ ബ്ലൗസിന്റെ 2 സ്ലീവ്സിലും വരുന്നത് പോലെ നമ്മൾ ഇതിനകത്ത് ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഈ കാണിച്ച 2 സാരീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലത്തെ സാരീസ് ഒക്കെ ചെയ്യിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിപ്പോ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത സാരീസ് ആണ്. അതായത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ്. നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മെഷീൻ എംബ്രോയിഡറി സാരീസ് സെയിൽ ചെയ്യുന്നത്. അത് നമ്മൾ ഹാൻഡ് പിക്ക് ആയിട്ട് എടുത്ത് വെക്കുന്ന കളക്ഷൻസ് ആണ്. അപ്പം അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതല്ല, ഹാൻഡ് എംബ്രോയിഡറിയിലാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് സാരീസ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഹാൻഡ് എംബ്രോയിഡറി യൂസ് ചെയ്തിട്ട് സാരീസ് അല്ല സൽവാസ് ആണെങ്കിലും ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ പ്ലെയിൻ ഫാബ്രിക്, നെറ്റ് കോട്ട മെറ്റീരിയൽ, സിൽക്കി കോട്ട മെറ്റീരിയലും ഒക്കെ പ്ലെയിൻ ഫാബ്രിക് സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് ഏത് ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.